SIR-മായി ബന്ധപ്പെട്ട് സംസാരിച്ച കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരൊറ്റ പ്രദേശം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീവരാഹം 138 നമ്പർ ബൂത്തിനെക്കുറിച്ചോ മറ്റുമാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഏതാണ്ട് 1200-ൽ പരം വോട്ടാണ് ആകെയുള്ളത്. അതിൽ 704 പേരുടെ വിവരം ലഭ്യമല്ല എന്ന് എഴുതി വച്ചിരിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകം എടുത്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ എൻ്റെ ചോദ്യമായി കണക്ട് ചെയ്തല്ല, പക്ഷേ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഈ SIR-ൻ്റെ ഒരു ഗൗരവമായ പ്രശ്നം എത്ര വലുതാണ് എന്നതിന് ഈ ഒരൊറ്റ ബൂത്ത് 138 നമ്പർ ബൂത്ത് ശ്രീവരാഹം 1200-ൽ 704 പേരുടെയും വിവരം ലഭ്യമല്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വോട്ട് ചെയ്ത മനുഷ്യർ അടങ്ങുന്ന ഒരു പട്ടികയെക്കുറിച്ചാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പോസ്റ്റ് ഓഫീസിലോ മറ്റോ ജോലി ചെയ്യുന്നു, പോയിരിക്കുകയാണ്. എഴുതി പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാണ്. അതിൻ്റെ അർത്ഥം മാറുന്ന ഒരു പോക്ക് കണ്ടില്ലേ? വിവരം ലഭ്യമല്ല എന്ന നിലയിലേക്ക് അങ്ങനെ മാറുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ജില്ലാ കളക്ടർമാർ തന്നെ ഉത്തരവാദിത്വത്തോടെ നാട്ടിലേക്ക് ഇറങ്ങണം. വില്ലേജ് ഓഫീസർമാരുമായി ഓരോ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരെയും കണ്ടെത്താൻ വേണ്ടത് ചെയ്യണം. അതിന് കൂടുതൽ ആളുകളെ ആശാ വർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ ഇവരെല്ലാവരും, അതുപോലെ തന്നെ ചെറുപ്പക്കാർ ഇവരെല്ലാവരും അതിലേക്ക് വരുന്നു. ചെറുപ്പക്കാരെല്ലാം ഈ വോട്ടർ പട്ടികയിലേക്ക് വരും വിധത്തിലേക്ക് അത് ഉറപ്പാക്കണം, അതിൻ്റെ പ്രചാരണം എന്നൊക്കെ പറയുന്നത് ഒരു നാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ശ്രീ ജോർജ് പൊടിപ്പാറ അതിലേറ്റവും എല്ലാവരും ഏറ്റവും വലിയ ലീഡായി മാറുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ LDF-നുണ്ടായ തിരിച്ചടിക്ക് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഇതിന് വിശദമായ ചർച്ച നടന്നു വരുന്നു, LDF തലങ്ങളിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവായി പോവുകയല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റായ ചിത്രീകരണം അതിൽ നടന്നു എന്ന് തന്നെയാണ് വിലയിരുത്തി പോകുന്നത് എന്ന് പറഞ്ഞു. തെറ്റായ പ്രചാരണം നടന്നു എന്നുള്ളതൊരു വസ്തുതയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞല്ലേ SIR-ൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ കാർമ്മികത്വത്തിൽ മേൽക്കൈയിൽ SIR നടക്കുന്നു എന്നിവിടെ പ്രചരിപ്പിച്ചില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്ന കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായ പ്രചാരണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് പോലെ തന്നെ ശരിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്ന നിലയിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പറഞ്ഞത്. അതിൽ BJP പ്രതിരോധിക്കാൻ CPIM ആണ് ഫലപ്രദമായി ഈ തെരഞ്ഞെടുപ്പിലും തെളിഞ്ഞു കണ്ടത് എന്ന് അദ്ദേഹം പന്തളത്തിൻ്റെയും കൊടുങ്ങല്ലൂരിൻ്റെയും ഉദാഹരണം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോയാൽ BJP ജയിച്ച 26 വാർഡിൽ UDF-ന് 1000-ൽ താഴെ വോട്ട് മാത്രം, UDF ജയിച്ച 11 സീറ്റിൽ BJP-ക്ക് 1000-ൽ താഴെ വോട്ട് മാത്രം. അത്തരം പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടുള്ള ചില നീക്കുപോക്കുകളെക്കുറിച്ചും മുഖ്യമന്ത്രി ഇതിനിടയിലും സംസാരിക്കുകയുണ്ടായല്ലോ. ശ്രീ ജോർജ് പൊടിപ്പാറ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം വളരെ നീണ്ടൊരു പത്രസമ്മേളനം, സാധാരണ പതിവിൽ കഴിഞ്ഞ ദൈർഘ്യമുള്ളൊരു പത്രസമ്മേളനം. അതിലേറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് അദ്ദേഹം സാധാരണഗതിയിൽ വളരെ കൂടുതൽ നേരം സംസാരിച്ച് അവസാനം 5-6 മിനിറ്റ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് കാര്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കാതെ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നതാണ് പതിവ് പലപ്പോഴും ഉള്ള കാഴ്ച. പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. ആ മറുപടികൾ എത്രത്തോളം തൃപ്തികരമായിരുന്നു, എത്രത്തോളം ഉൾക്കൊള്ളാനാവുന്നതാണ് എന്നുള്ളത് വേറൊരു ചോദ്യം. അത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന്റെ മാത്രം ശരികളാണ്, പൊതുവായി സ്വീകരിക്കാൻ കഴിയുന്ന ശരികളാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയിക്കാം. പക്ഷെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം വളരെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യങ്ങൾ ചോദിക്കാൻ ധാരാളം അവസരവും അതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയാൻ തയ്യാറായി, ഒന്നും സ്കിപ്പ് ചെയ്തു പോകാനല്ല ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെതായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് പത്രസമ്മേളനം ലൈവ് ആക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമായി തന്നെ അംഗീകരിക്കുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞു ഈ SIR-ന്റെ കാര്യത്തിലൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് അത്രമേൽ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാനായിട്ട് SIR-ന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നതിന് പകരം കേന്ദ്ര സർക്കാരാണ് SIR-ന്റെ കാര്യത്തിൽ പിടിവാശി പിടിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ തന്നെ ഈ SIR-ന്റെ നടപടികൾ നടപ്പാക്കണമെന്നും പൂർത്തീകരിക്കണമെന്നും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം UDF അടക്കം എല്ലാവരും ഏകകണ്ഠമായിട്ട് പറഞ്ഞ കാര്യമാണ്. തൽക്കാലത്തേക്ക് ഇത് മാറ്റി അല്ല ശ്രീ പൊടിപ്പാറ, അതെന്താണെന്ന് വെച്ചാൽ ശരിയാണ്, അതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ നമ്മൾക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെ പലതും പുറത്തു വന്നാണ്. വീടാന്തരം കയറി ഇങ്ങനെ പറയുകയാണ് പിണറായി വിജയനാണ് ഇവിടെ ഇതിന് വലിയ തരത്തിൽ മുൻകൈ എടുക്കുന്നത് എന്ന് പറയുന്ന തരത്തിൽ ആളുകളുടെ അടുത്തേക്ക് നടത്തുന്നൊരു പ്രചാരണം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വെളിപ്പെട്ടതാണ്. വസ്തുത മറ്റൊന്നാണ്, താങ്കൾ പറഞ്ഞാണ് വസ്തുത. പക്ഷേ ഈ പ്രചാരണം ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നു എന്നൊരു പ്രശ്നമാണ് അവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അത് വന്നതാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ, അതായത് ഇതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാശിയെ മറികടക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തായാലും കഴിയില്ല. കാരണം ഈ BLOമാരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ കൂടുതൽ പേരും നമുക്കറിയാം. സാർ ഒരു നിമിഷം താങ്കൾ പറഞ്ഞതിനോട് എന്തോ ഒന്ന് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ വിയോജിക്കാനോ ആണോ എന്നറിയില്ല. ശ്രീ കൃഷ്ണദാസ്, അത് മാത്രം
അതായത് ഒറ്റ കാര്യം അതായത് ജോർജ് പൊടിപ്പാറ എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്താണ്. ഞങ്ങൾ ദീർഘകാലം അദ്ദേഹം ഇവിടെ പാലക്കാട്ടിലപ്പോൾ നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അയച്ചു തരുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുക്കാം. ഈ വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്, ഓഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. ഓഡിയോ ക്ലിപ്പിംഗ് അല്ല, വീഡിയോ ക്ലിപ്പിംഗ് ആണ് കുറച്ചുകൂടി വിശ്വാസയോഗ്യം. ഇവിടെ ഞങ്ങളുടെ ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഓരോ വീടുകളിലും UDFൻ്റെ ഒരാൾ 2 പേര് പോയി, വിശേഷിച്ചും സ്ത്രീകളും കുറച്ച് വയസ്സായവരൊക്കെ ആളുകളെ ഇരുത്തി അവരോട് SIRനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഓടിക്കും, പൗരത്വ ഭേദഗതി ഇത് പൗരത്വ നിശ്ചയിക്കുന്നതിനുള്ള നിയമത്തിൻ്റെ ഭാഗമാണ് SIR, ഇത് മുഖ്യമന്ത്രി ഇവിടെ നടപ്പാക്കുകയാണ്, ഇനി നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞാൽ അന്യരാജ്യത്തേക്ക് പോണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഇവിടെ ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരും പോയിട്ട് UDFൻ്റെ ഒരാൾ 2 പേർ പോയിട്ട് നടത്തുന്ന പ്രചരണത്തിൻ്റെ ക്ലിപ്പിംഗ്സ് വേണമെങ്കിൽ ഞാൻ ജോർജ് പൊടിപ്പാറയ്ക്ക് അയച്ചു തരാം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ യുദ്ധത്തിലും പ്രണയത്തിലും എന്തും ആകാന്ന് പറഞ്ഞ പോലെ ഏത് തന്ത്രം ഉപയോഗിക്കുന്ന ഒരു സമീപനം എല്ലാവർക്കും ഉണ്ട്. പൊതുവിൽ അത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ഓൺ ചെയ്യുന്നില്ല. അത് ചെയ്യാൻ കൊള്ളാവുന്ന പണിയല്ല ചെയ്തിരിക്കുന്നത്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയവും എക്സെപ്റ്റ് BJP ഈ പറഞ്ഞ SIRനെതിരെ ഏതാണ്ട് ഒരേ നിലപാടാണ് എടുത്തത്. അവരുടെ കാഴ്ചപ്പാടുകളും സമീപനവും അതുപോലെ തന്നെ അതിനെതിരായ പ്രചരണവും ഒക്കെ ഏറെക്കുറെ ഒറ്റക്കെട്ടായിട്ട് തന്നെയായിരുന്നു. കോടതിയിൽ പോയി നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, പക്ഷെ നടന്നില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ SIR ആയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണായുധം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇല്ല സർ, അത് കൂട്ടിക്കൊഴക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റിന്റെ കൺസേൺ എന്ന നിലയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഊന്നൽ അതൊക്കെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, ഇത് രണ്ട് ഭാഗത്ത് സംഭവിച്ചതാണ്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജനങ്ങളോട് വിശദീകരിച്ച SIRമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പോകുന്നു, പിന്നീട് ചോദ്യം വന്ന ഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ തെറ്റായ പ്രചാരണം വന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം ഈ കാര്യമൊന്ന് അനുസ്മരിച്ചു. ഇങ്ങനെയും നടന്നില്ലേ, ഇങ്ങനെയും തെറ്റായ പ്രചാരണം നടന്നില്ലേ, നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്നേ ഉള്ളൂ. അതിൻ്റെ കണക്ഷൻ അത്രേ ഉള്ളൂ. രണ്ട് റൂട്ടിൽ സഞ്ചരിച്ച വിഷയമാണ്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല പ്രവണതയല്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അതൊരു പ്രചണ്ഡ പ്രചരണമായിട്ട് കേരളത്തിൽ ഉടനീളം ഒരേ അളവിലും ഒരേ വ്യാപ്തിയിലും ഒന്നും നടന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതൊരു വലിയ വിഷയമായിട്ട് മാധ്യമങ്ങളും അന്ന് ഉയർത്തി കാണിച്ചില്ല. ഈവൻ കൈരളിയിൽ പോലും അതൊരു ചർച്ചയായതുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഇപ്പോ മുഖ്യമന്ത്രി ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അദ്ദേഹം അത് പറയുന്നു, SIRൽ ഇപ്പൊ 24 ലക്ഷം ആളുകളെ ഒഴിവായി പോകുന്ന ഒരു കാഴ്ച വരുന്നു. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പൊ ശ്രീവരാഹത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1200 വോട്ടർമാരുള്ള ഒരു ബൂത്തില് 700 പേരും SIRൽ ആ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെവിക്ക് പിടിക്കേണ്ടത് അല്ലെങ്കിൽ കഴുത്തിന് പിടിക്കേണ്ടത് ആ BLOയുടെയാണ്. ആദ്യം നടപടി എടുക്കുന്നത് അയാൾക്കെതിരെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിൽ ഈ BLOമാർ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി ഫോളോ ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ UDFന്റെയും കഴിഞ്ഞിട്ടില്ല, LDFന്റെയും പ്രവർത്തകർക്ക് കഴിയാതെ പോയി. അതൊരു തഞ്ചമായിട്ട് എടുത്തോ. ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ഈ മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്ക്, പ്രവർത്തകർക്ക് ഇതിനെ കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇത് അവിടെയാണ് ശ്രീ പൊടിപ്പാറ, നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട. അവിടെ ഒരു സ്റ്റേറ്റ് മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത പോലെ കാണാതായവർ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അത് കേട്ട് കയ്യും കെട്ടിയിരിക്കുന്നവരല്ല നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി പരിശ്രമത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചു. അത് വളരെ സവിശേഷമായ വ്യത്യസ്തമായ ഒന്ന് തന്നെ. തീർച്ചയായിട്ടും പറയേണ്ടതാണ്. അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം ഈ പറഞ്ഞ പോലെ വോട്ടർമാരെ വെട്ടിമാറ്റലല്ല, യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവര് ആർക്ക് വോട്ട് ചെയ്യുന്നു അവരുടെ വിധിയാണ് യഥാർത്ഥ ജനാധിപത്യം. അല്ലാതെ കുറെ ആളുകളെ ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ തട്ടിപ്പിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ പലയിടത്തും.